പോട്ട ബാങ്ക് കവർച്ചയിൽ പ്രതി റിജോ ആന്റണി റിമാൻഡിൽ 14 ദിവസത്തേക്ക് ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് പ്രതിയെ. ഇന്നിപ്പോൾ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുകയുണ്ടായല്ലോ. ഇനിയുള്ള തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് പോലീസിന്റെ? കസ്റ്റഡിയിലല്ല, പ്രതിയെ റിമാൻഡിലാക്കിയിരിക്കുകയാണ്. കേസിലെ പ്രതിക്ക് ജാമ്യം നൽകുന്ന പക്ഷം പ്രതി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാനും അതോടൊപ്പം തന്നെ കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും അഭയപ്പെടുത്താനും സാധ്യതയുണ്ട്. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കേസ് പ്രാരംഭഘട്ടത്തിലാണ് എന്നീ കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിയെ 14 ദിവസത്തേക്ക് നിലവിൽ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നാളെയോ അടുത്ത ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ ആയി തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ പ്രതി നിലവിൽ പറഞ്ഞിരിക്കുന്നത് ജാക്കറ്റും അതുപോലെ തന്നെ മാസ്കും ഗ്ലൗസും ഒക്കെ തന്നെ കത്തിച്ചു, വീടിന്റെ പുറകിലിട്ട് കത്തിച്ചു എന്നാണ്. അത് പ്രതി ആ സ്ഥലം പ്രതി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് തെളിവിന്. പക്ഷെ അത് പോലീസ് പൂർണ്ണ വിശ്വാസത്തിലെടുത്തിട്ടില്ല. അത് പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ ആരുടെയെങ്കിലും പങ്ക് പ്രതി ഒറ്റയ്ക്കാണോ എന്നുള്ള കാര്യമാണ് പ്രതി പറയുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ആരുടെയും പങ്കുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും വിശദമായി ഒന്നും കൂടി വിശദമായി ചോദ്യം ചെയ്യുന്നതുമായി പ്രതി അടുത്ത ദിവസങ്ങളിൽ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം നടത്തുന്നത്. നിലവിൽ എന്തായാലും പ്രതിയെ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഏറെ ബുദ്ധിമുട്ടിയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിയുടെ മുഖം പോലും ഉണ്ടായിരുന്നില്ല. കാര്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. CCTV കേന്ദ്രീകരിച്ച് അതിൽ ഈ ബൈക്കിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിപ്പോയി. ബൈക്കിനെ കേന്ദ്രീകരിച്ച അന്വേഷണത്തിൽ പലതരത്തിൽ പോലീസിനെ കബളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. പക്ഷേ ഷൂ ഈ പ്രതിയെ ചതിച്ചു എന്നുള്ളതാണ്. കാരണം എല്ലാ CCTV ദൃശ്യങ്ങളും പല ഷൂ കേന്ദ്രീകരിച്ചാണ്. പിന്നീട് അത് ബൈക്ക് വിട്ട് ഷൂ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്നലെ രാത്രി തന്നെ വീട്ടിലെത്തിയ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്ന് 12 മണിയോടുകൂടി പ്രതി ഈ ബാങ്കിൽ നിന്ന് പ്രതി തട്ടിയെടുത്ത മുഴുവൻ പണവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ അഖിൽ? അമൃത, ഈ പണത്തിന്റെ കാര്യത്തിൽ അതായത് ഒരു 10,000 രൂപ ഒഴിച്ച് ബാക്കി എല്ലാ തുകയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 12,000 രൂപ പ്രതിയുടെ വീട്ടിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2,90,000 രൂപ, അതായത് പ്രതി കടം വാങ്ങിയിരുന്ന ആളുണ്ട്. അന്നനാട് സ്വദേശിയാണ്. അന്നനാട് സ്വദേശിയുടെ വീട്ടിലെത്തി അവിടെ നിന്നുമാണ് ബാക്കി 2,90,000 രൂപ കണ്ടെത്തിയിരിക്കുന്നത്. 10,000 രൂപ പ്രതി മദ്യം വാങ്ങാനും അതിൽ മറ്റു ചെലവുകൾക്കൊക്കെയായി തന്നെ ചെലവഴിച്ചു എന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.